ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് എരിവിറച്ചിയാണ്. ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോഴും നമ്മൾ കൊടുത്തു വിടുന്ന ഒരു ഡിഷാണ് എരിവിറച്ചി. ഇനി അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. 1 കിലോ ബീഫ് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചത്, മഞ്ഞൾപ്പൊടി, 2 വറ്റൽമുളക്, ഇഞ്ചി അരിഞ്ഞത്, 1 സ്പൂൺ മുളക് പൊടി, കുറച്ച് കുരുമുളക്, ഒരു 3-4 പച്ചമുളക്, 1 സവാള, 1 വെളുത്തുള്ളി, മസാലപ്പൊടിക്കകത്ത് ഒരുവിധപ്പെട്ടതെല്ലാം പൊടിച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പെരിഞ്ചീരകം എക്സ്ട്രാ പൊടിച്ചത്, ചൊർക്ക, വെളിച്ചെണ്ണ, ഉപ്പ് ആവശ്യത്തിന്. നമ്മൾ പ്രത്യേകിച്ചായിട്ട് ചെയ്യുന്ന സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യേക ഒരു താരം ഈ മുരിങ്ങത്തൊണ്ടും ഈ കടുകിൻ്റെ പൊടിയുമാണ്. കടുക് പരിപ്പ് ആണ്. ഇവ രണ്ടുമാണ് ഇതിനകത്തെ താരം. വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. ഇത് വെള്ളം ഒഴിക്കാതെ ചൊർക്കയിൽ തന്നെ നമ്മൾ വേവിച്ചെടുക്കുന്ന സാധനമാണ്. ഇത് സാധാരണ വേവിക്കാതെയാണ് ഉണ്ടാക്കേണ്ടത്. പക്ഷേ എനിക്ക് പെട്ടെന്നൊരു കറിയുടെ അത്യാവശ്യം വന്നതുകൊണ്ട് ഞാൻ വേഗം ഒന്ന് ഇറച്ചി വേവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ കാണിച്ച ചേരുവകളെല്ലാം കൂടി അരച്ച് കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഇത് ചൊർക്ക കൂട്ടിയാണ് നമ്മൾ അരച്ചത്, വെള്ളം തൊട്ടിട്ടില്ല. ഇനി നമ്മൾ തീ കത്തിക്കുന്നു, ഉരുളി അടുപ്പത്ത് വെക്കുന്നു, ഒന്ന് ചൂടാകട്ടെ. ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മളിതിന് വേണ്ടി ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുന്നു. വെളിച്ചെണ്ണ അവനവൻ്റെ ഇഷ്ടം അനുസരിച്ച് അവനവൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്നത് പോലെ. എന്നാലും ഈ അരപ്പൊന്ന് മൊരിയണം കേട്ടോ, നല്ലോണം മൂക്കണം. അതിനുള്ള ഇത് ഒഴിക്കണം, വെളിച്ചെണ്ണ ഒഴിക്കണം. സവാള ഇടുന്നേ. അപ്പോൾ സവാള ഒരു മെറൂൺ കളർ ആകുന്നിടം വരെ നമ്മളിതൊന്ന് മൂപ്പിച്ചെടുക്കണം. അല്ലെങ്കിൽ ഇച്ചിരി നേരം കറി ഇരുന്ന് കഴിഞ്ഞാൽ അതങ്ങ് വളിച്ചു പോകും. അപ്പോൾ അതിൻ്റെ ചീത്തയായി പോകുന്നത് കൊണ്ടാണ് നമ്മളിത് മെറൂൺ കളർ വരെ ആക്കിയെടുക്കുന്നത്. അതുപോലെ അരപ്പും അങ്ങനെ തന്നെ, അരപ്പും നല്ലവണ്ണം മൂക്കണം. ഇപ്പോൾ ഏകദേശം മെറൂൺ കളറായിട്ടുണ്ട് സവാള. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന മുളക്, ചേരുവകളെല്ലാം കൂടി നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഇടുന്നു കേട്ടോ. ഈ അരപ്പിനകത്തുള്ള ഈ വെള്ളം മുഴുവനും വറ്റിത്തീരണം. അപ്പോൾ അതിൻ്റെ മൂത്ത് എന്നുള്ളതാകും. മൂത്ത് കഴിയുന്നതിന് ശേഷം മാത്രമേ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ഇടാൻ പാടുള്ളൂ. വെള്ളം ഒഴിക്കാൻ പാടില്ല. അപ്പോൾ ഇത് ഒന്ന് വേകട്ടെ ഈ വെളിച്ചെണ്ണ കിടന്ന് അരപ്പ്. പണ്ട് കാലങ്ങളിൽ ഈ അരപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അരകല്ലിൽ ഇതെല്ലാം കൂടെ വെച്ചിട്ട് കുറേശ്ശെ ചൊർക്ക ഒഴിച്ച് അരച്ചിട്ടാണ് പണ്ടൊക്കെ എടുക്കുന്നത്. ഇന്നിപ്പം എളുപ്പമായ കാരണം മിക്സിയിൽ ഇടും, ചൊർക്ക ഒഴിക്കും, അരച്ചിങ്ങെടുക്കും. ഇന്നൊക്കെ നല്ല എളുപ്പമാണ് ഈ സാധനം ഉണ്ടാക്കിയെടുക്കാൻ. പണ്ട് ഇത്ര എളുപ്പമല്ലായിരുന്നു. പക്ഷേ ഇതിന് പണ്ടത്തെ അത്രയും രുചി ഇപ്പം ഇല്ല കേട്ടോ. എണ്ണ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ, എണ്ണ ഊർന്ന് വരുന്നുണ്ടോ. അപ്പോൾ ഈ സാധനം മൂത്തിട്ടുണ്ട് നല്ലോണം. ഈ അരപ്പ് നല്ലോണം മൂത്തെന്നുള്ളതാണ്. എണ്ണ കണ്ടോ ഇളകി വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചൊർക്ക ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഈ ഷാപ്പുകളിൽ നിന്ന് മേടിക്കുന്ന ചൊർക്കയുണ്ട്, അതാണ് ഏറ്റവും നല്ലത്. പിന്നെ അത് ഉപയോഗിക്കാത്തവർ ഈ ഇങ്ങനെ സിന്തറ്റിക് ചൊർക്ക മേടിച്ചൊഴിച്ചാൽ മതി. അത് ഒരുപാട് ഒഴിക്കല്, അവൻ്റെ പാകത്തിന് മാത്രമേ ഈ ചൊർക്ക ഉപയോഗിക്കാവുള്ളൂ. അപ്പോൾ ഇച്ചിരി ഞാൻ തൊട്ട് നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ട്. ഇത്തിൻ്റെ ഉപ്പ് പൊടി ഇടും. നമ്മൾ വേവിച്ച് വെച്ച ഇറച്ചി ഇത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ ഇത് പച്ചയ്ക്ക് തന്നെയാണ്. ഈ അരപ്പ് ആറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പച്ചയ്ക്കാണ് ഈ ഇറച്ചിയിൽ പുരട്ടി വെക്കാറ്. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. ഇളക്കട്ട് കേട്ടോ. സ്വല്പം ചൊർക്കയും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഉള്ള ഈ ഗ്രേവിയിൽ ഇത് കിടന്ന് നല്ലോണം ഒന്നും കൂടെ വേകട്ട്. ഈ കറി എൻ്റെ കല്യാണത്തിനുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാനൊരു കഷ്ണം എടുത്ത് കഴിച്ച് നോക്കി, ഒരു പുളിയും ഒരു നേരിയ കയ്പ്പൊക്കെ ഇങ്ങനെയുള്ള രീതിയിൽ കണ്ട് എനിക്ക് എന്താണെന്നുള്ളത് മനസ്സിലായില്ല. പിന്നെ ഞാൻ ഉള്ളവരോട് ചോദിച്ചപ്പോഴാണ് ആലുവ എറണാകുളത്തൊക്കെ വെക്കുന്ന ഒരു പുതിയ ഡിഷാണിത് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റാണ് ഈ കറി എന്ന് പറയുന്നത്. എന്നാലും ഞാൻ തന്നെ അത് വെക്കാൻ പഠിച്ച് തന്നെ ഒരു ദിവസം വെച്ച് നോക്കി. അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ കറി ഇവിടെ വെക്കുന്നത്. ഈ സിമ്മിലിട്ടേക്ക് വരുന്നത്.
അപ്പം ഇതിനകത്ത് വെള്ളമെല്ലാം വറ്റി ഇത് ഏകദേശം നല്ല ഉണ്ടോ, നല്ല കുഴമ്പ് രൂപത്തിൽ നല്ല ഒന്ന് പറ്റിപ്പിടിച്ച് ഇറച്ചിയുമെല്ലാം പറ്റിപ്പിടിച്ചിട്ടുണ്ട്. ഈ ഇറച്ചി വേവിച്ച് വെച്ചതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഈ കറി ഉണ്ടാക്കി തീർന്ന്. അല്ലെങ്കിൽ നമുക്ക് ഏകദേശം ഒരു മണിക്കൂറെങ്കിലും വേണം ഈ കറി ഉണ്ടാക്കാൻ. ഞാൻ ഏകദേശം ഒരു 30 മിനിറ്റ് എടുത്തില്ല. അതിന് മുമ്പ് നമുക്ക് ഈ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണേ. കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്ത് ഇത് നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങാം. അങ്ങനെ നമ്മുടെ എരിയിറച്ചി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഈ എരിയിറച്ചി ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. എന്നിട്ട് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.